ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെ കൂടെ നല്ല എരിവും പുളിയുമുള്ള മീൻകറി ഉണ്ടെങ്കിലോ നല്ല കുശാലായി അല്ലേ. മീൻകറി ഉണ്ടാക്കാൻ അത്ര സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറി ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പരൽമീൻ കൊണ്ടുള്ള തേങ്ങ അരച്ച കറിയാണ്. അപ്പോൾ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പരൽമീൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മീനൊന്ന് അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, കൂടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ചിരകിയ തേങ്ങയും. ഞാനിവിടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിൽ പൊതിർക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പുളി നന്നായി കഴുകിയെടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഈ സമയം കൊണ്ട് നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച മീനിലേക്ക് അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ചതച്ചത് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. പരൽമീൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ പുളിവെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് അല്പസമയം വേവിക്കാം. നമ്മുടെ ഈ അരപ്പെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. അരപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ഒന്ന് ചൂടാവുമ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെക്കണം. ഈ അരപ്പിൻ്റെ മണമൊക്കെ ഈ കറിയിലൊന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെക്കുന്നത്. ഇനി ഒന്ന് തുറന്നതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരൽമീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പരൽമീൻ കറി ചോറിൻ്റെ കൂടെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ പരൽമീൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ്.